ഇന്നൊരു ലഞ്ച് കോംബോ ആണ് ചെയ്യുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും റേറ്റയുമാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ചോറിൽ നല്ലൊരു മണവും രുചിയും ഉണ്ടാവുകയുള്ളൂ. എണ്ണയും നെയ്യും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 കഷ്ണം പട്ട, 2 ഇതള് ജാതിപത്രി, 8 ഗ്രാമ്പു, 4 തക്കോലം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഇടനയില എന്നിവ ഇട്ട് കൊടുക്കാം. മസാലയിലെ പെരിഞ്ജീരകം പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വരാൻ ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി സവാള വഴറ്റിയെടുക്കാം. സവാള വഴന്ന് അതിൻ്റെ നിറം മാറി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും അത്രയും തന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. എരിവിനായിട്ട് 4 പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ഗ്ലാസ് പാലാണ്. തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് പാലിൻ്റെ അതേ അളവിൽ 1/4 ഗ്ലാസ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 കശുവണ്ടിയും 15 മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി ചെറുതായിട്ടൊന്ന് വറുക്കുന്നുണ്ട്. അപ്പോഴേക്കും അടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നോളും. അരി ഒത്തിരി ഇളക്കരുത്, കാരണം കുതിർന്നതായതുകൊണ്ട് തന്നെ അരി പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ പതുക്കെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 3 ഗ്ലാസ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഉപ്പ് നോക്കണം. ഒരല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് അരി വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത പാലും തൈരും എല്ലാം വറ്റിയതിന് ശേഷം മാത്രമേ ചൂടുവെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടും, ചോറ് കുഴഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം മാത്രമേ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കാരണം അരി കുതിർന്നതാണ്. തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുക്കിംഗ് ടൈം കൂടും. ആ സമയം കൊണ്ട് തന്നെ അരി വെന്ത് ഉടഞ്ഞു പോകും. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് അരി തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് അരിയുടെ വേവ് നോക്കണം. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അരിയിലെ വെള്ളം മുഴുവനായിട്ടും വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ക്യാപ്സിക്കം മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത ശേഷം 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വരാനായിട്ട് ആവശ്യമായ അത്ര ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള വഴന്ന് കഴിഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നാൽ എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടി മല്ലിയില ചേർത്ത് ഇളക്കി കൊടുക്കാം. മല്ലിയില വാടി വന്ന് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചിരുന്നതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതാണ്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ച് ആവി വന്നു കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് പച്ച ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗവും ചുമന്ന ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗവും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച് ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പകുതി ക്യാപ്സിക്കമായിട്ട് എടുക്കുന്നത്. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തത് കൊണ്ടാണ് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 6 കുരുമുളക്, 3 കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, 8 ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം. ഇതിനെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത ശേഷം 10 കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തത് അത്രയും വെള്ളത്തോടു കൂടി അരച്ചെടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് ഇളക്കി. ഇതിലെ വെള്ളമൊക്കെ വറ്റി കശുവണ്ടിയിലെ പച്ച രുചിയൊക്കെ മാറി നല്ലൊരു മസാലയായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു വരണം. നന്നായി വറ്റി ഏകദേശം ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിനോടൊപ്പം ക്യാപ്സിക്കം ചിക്കൻ മസാലയും കൂടി മാറ്റി വെച്ച ശേഷം റൈത്ത ഉണ്ടാക്കാവുന്നതാണ്.
റൈത്ത ഉണ്ടാക്കാനായിട്ട് അധികം പുളിയില്ലാത്ത കട്ടി തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത ശേഷം എരിവിനായിട്ട് ആവശ്യമായ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തൈരിന് ഒത്തിരി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നെയ്ച്ചോറും ക്യാപ്സിക്കം ചിക്കൻ മസാലയും റൈത്തയും നല്ലൊരു കോംബോ ആണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്